ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1197 ദിവസമായ ഇന്ന് 2024 ആഗസ്റ്റ് മാസം 24 തീയതി ശനിയാഴ്ച, 1200 ആണ്ട് ചിങ്ങമാസം 8 തീയതി. ഗുരുവചനങ്ങളിലൂടെ ഒരു ബ്രഹ്മചാരിയായ വിദ്യാർത്ഥി ചൂത്, ചതി, കള്ളം, അപവാദ വാക്കുകൾ, കാമം, ക്രോധം, ആലസ്യം, അസൂയ ഇവയെല്ലാം ത്യജിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നും വേറിട്ട് പോകേണ്ടവ എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഒരു ബ്രഹ്മചാരിയായ വിദ്യാർത്ഥി ചൂത്, ചതി, കള്ളം, അപവാദ വാക്കുകൾ, കാമം, ക്രോധം, ആലസ്യം, അസൂയ ഇവയെല്ലാം ത്യജിക്കണം. കാറ്റുകൂടുമ്പോൾ ഓളങ്ങൾ പെരുകുന്നത് പോലെ ആസക്തി കൂടുമ്പോൾ അധർമ്മവാസന മനുഷ്യനിൽ പെരുകി വരും. ഇത് അവനവൻ്റെ ആയുസ്സിനും ജീവിതത്തിനും നാശമുണ്ടാക്കി തീർക്കുന്ന മഹാവിപത്തുകളാണെന്ന അറിവ് വിദ്യാഭ്യാസ കാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ ഉറയ്ക്കണം. മനുഷ്യധർമ്മത്തിന് വിരുദ്ധവും ലോകശാന്തിക്ക് അപകടവുമുണ്ടാക്കുന്ന അധർമ്മവാസനയുടെ ഒരു പൊടിപ്പ് പോലും വിദ്യാർത്ഥികളിൽ ഉണ്ടാവാതെ ഇരിക്കണം. ചൂതുകളി, ചതിപ്രയോഗം, കള്ളം പറയൽ, കള്ളം പ്രവർത്തിക്കൽ, ഇല്ലാത്തതുണ്ടാക്കിപ്പറഞ്ഞ് അപമാനപ്പെടുത്തൽ, കാമാദി വികാരങ്ങൾ, ക്രോധപ്രവർത്തികൾ, ചെയ്യേണ്ടതായ കർത്തവ്യങ്ങൾ ചെയ്യാതെ മടിയായിരിക്കൽ, അസൂയ തുടങ്ങി സർവ്വവിധമായ ദുർഗുണങ്ങളും മനുഷ്യനിലെ മനുഷ്യത്വത്തെ മറയ്ക്കുന്ന ആവരണങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനടിമപ്പെട്ടാൽ പോലും മനുഷ്യത്വം അപൂർണമാകും. ഇത് ലോകത്തിൻ്റെ നിലയ്ക്കും മനുഷ്യൻ്റെ ഭദ്രതയ്ക്കും വലിയ ഭീഷണിയായിത്തീരും. അതുകൊണ്ട് വിദ്യാഭ്യാസകാലത്ത് തന്നെ വിദ്യാർത്ഥികളിൽ സദ്ഗുണങ്ങൾ ഉറയ്ക്കുകയും ഇത്തരം ദുർഗുണങ്ങൾ വേരറ്റു പോവുകയും വേണം. എങ്കിലേ ഉയർച്ചയിലേക്ക് ഒരു വിദ്യാർത്ഥിക്ക് നിർഭയം സഞ്ചരിക്കുവാനാകൂ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.